നമസ്കാരം. ഡോക്ടർ പി സരിൻ ഇപ്പോൾ നമുക്കറിയാം പാലക്കാട് സ്ഥാനാർത്ഥിയാണ്. പാലക്കാട് സ്ഥാനാർത്ഥിയായതിൻ്റെ പിന്നിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുമായിട്ടുണ്ടായ ഉലച്ചിലാണെന്നും ആ ഉലച്ചിലിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ CPM-കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നേരെ വിളിച്ചു, വാ നമുക്ക് പോവാം, എവിടെ ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ചായയും തരാം, അവരൊപ്പം ഒരു സീറ്റും തരാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. പി സരിൻ അവിടെ ചെന്ന സമയം പോലെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായി. ചില 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 സാഹചര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി തെക്കോട്ട് നടക്കുമ്പോൾ പി സരിൻ വടക്കോട്ട് നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇപ്പം വളരെ ശ്രദ്ധേയമാകുന്നത് കൃഷ്ണചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ ശ്രദ്ധിച്ച് നമുക്ക് നോക്കേണ്ടി വരും. അതായത് ചിറ്റൂരിൽ പണ്ട് ഇദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രേംകുമാർ എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥിയോട് ഒപ്പം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂരിൽ നിന്ന് ഇദ്ദേഹം മത്സരിച്ച 5000 ചില്ലാന വോട്ടിന് അന്ന് UDF ഉണ്ടായിരുന്ന പി സരിൻ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഈ കൃഷ്ണചന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് നമുക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം കാണിച്ചിരുന്നത് അദ്ദേഹം കുമ്പിടി എന്ന് വിളിച്ചുകൊണ്ടാണ്. പാലക്കാടൻ കുമ്പിടി എന്നാണ് അതിൻ്റെ തലക്കെട്ട് കൊടുത്തത്. ഭയങ്കര രസകരമാണ്. കുമ്പിടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടിടത്ത് ഒരേ സമയം കണ്ടിരിക്കണു എന്ന് പറഞ്ഞ നമ്മുടെ നന്ദനം സിനിമയിലെ കഥാപാത്രമാണ് കുമ്പിടി. അപ്പോൾ അങ്ങനെ പാലക്കാടൻ കുമ്പിടി എന്നാണ് സരിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ ചിറ്റൂരിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ അഫിഡവിറ്റ് കൊടുക്കണമല്ലോ, സത്യവാങ്മൂലം. അങ്ങനെ വരണാധികാരിക്ക് കൊടുത്ത സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് നമുക്ക് ഒന്ന് നോക്കാം. അതിൽ കൊടുത്തിരിക്കുന്ന ഒറ്റപ്പാലം താലൂക്ക് തോട്ടക്കര അംശം ദേശത്തിൽ തോട്ടക്കര PO ഹൗസ് ഓഫ് കോമൺസിൽ താമസക്കാരനായ രാമകൃഷ്ണൻ മകൻ പി സരിൻ എന്നാണ്. അതായത് ചിറ്റൂരിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ താലൂക്ക് ഒറ്റപ്പാലമായിരുന്നു അല്ലെ. അവിടുത്തെ ഹൗസ് ഓഫ് കോമൺസിൽ താമസക്കാരനായ രാമകൃഷ്ണൻ്റെ മകൻ പി സരിൻ എന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. പിന്നീട് തുടർന്നാണ് അദ്ദേഹം അവിടുന്ന് പോകുന്നു. ഒരുപക്ഷെ അവിടെ വിട്ടിട്ട് പാലക്കാടേക്ക് താമസം മാറിയതോ ആകാം, അതെന്തോ അറിയില്ല. എന്നാൽ രണ്ടാമത് പാലക്കാട് എത്തിയ സമയം അദ്ദേഹം കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് അല്ലെങ്കിൽ മേൽവിലാസം എന്ന് പറഞ്ഞാൽ പാലക്കാട് താലൂക്ക് ചിന്താനഗർ കാടാങ്കോട് കരിങ്കരപ്പള്ളി PO 27/474 കൃഷ്ണയിൽ താമസക്കാരനായ രാമകൃഷ്ണൻ മകൻ പി സരിൻ. അതുകൊണ്ടാണ് അദ്ദേഹം കുമ്പിടി എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനാത്മകമായൊരു പറയാം, പഞ്ചാബി ഹൗസിൽ ബോട്ടിന് വേണ്ടി ഗോതയിൽ ഇറങ്ങിയ രമണന്റെ കോൺഫിഡൻസിനെ കവച്ചു വയ്ക്കും. പാലക്കാട് വോട്ടിന് വേണ്ടി ഗോതയിൽ ഇറങ്ങിയ സരിൻ ബ്രോയുടെ ആർത്തിമൂത്ത അധികാരമോഹത്തിൽ ഉഴലുന്ന കോൺഫിഡൻസ്. ഇതൊരു വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, പഞ്ചാബി ഹൗസിൽ രമണൻ എന്ന് പറയുന്ന കഥാപാത്രം ഹരിശ്രേഷവനാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടി പഞ്ചാബികളുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഒരു ഇത് നടക്കുന്ന ആ രംഗം നമുക്കറിയാം, ഗുസ്തി പിടിക്കുന്ന രംഗമാണ്. അതിലേക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ചാടി ഇറങ്ങി മുണ്ടുമൊക്കെ മുറുക്കി കൊടുത്ത് പിന്നീടാണ് അതിൻ്റെ അബദ്ധം മനസ്സിലാവുന്നത്. ചാടിപ്പോയില്ലേ, സോണിയ വന്നാട്ടെ പോന്നോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് വരുന്ന അതൊരു വല്ലാത്തൊരു അനുഭവമായി പിന്നീട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹത്തെ എടുത്ത് നിലം തൊടാത്ത രീതിയിൽ പറപ്പിക്കുന്ന ഒരു അവസ്ഥ കണ്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ ഒരു കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അതുകൂടെ വോട്ടിന് വേണ്ടി ഗോതയിൽ ഇറങ്ങിയ സരിൻ ബ്രോയുടെ ആർത്തി മൂത്ത അധികാരമോഹത്തിൽ ഉഴലുന്ന കോൺഫിഡൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർത്തി മൂത്ത അധികാരമോഹത്തിൽ ഉഴലുന്ന കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിടുന്നത്? അദ്ദേഹത്തിന് വലിയൊരു ചിറ്റൂരിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ചു. ചിറ്റൂരിൽ അവിടെ നിന്ന് പരാജയപ്പെട്ടപ്പോൾ തൊട്ടടുത്ത കാലത്ത് ഉടനെ ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട്. അപ്പോൾ പാലക്കാടൻ സ്വദേശി അല്ലെങ്കിൽ പാലക്കാട്ടുകാരൻ എന്നുള്ള ഒരു പേര് വെച്ചുകൊണ്ട് തനിക്ക് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മുന്നേക്ക് വരാം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ്സുകാർ അവിടെ ഇട്ട് തേച്ചു. അതിന് പകരം നേരത്തെ നമ്മൾ പല തവണയായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഷാഫി ഇഫക്റ്റ് അവിടെ വർക്ക് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് സരിനെ അവിടെ സ്ഥാനാർത്ഥിയുടെ നിർണയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും പി സരിനെ പരിഗണിച്ചിട്ടേയില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പാർട്ടി വിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? പാർട്ടി വിട്ടപ്പോഴേ അല്ലെങ്കിൽ വിടുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഒരു പക്ഷേ ഈ പറയുന്ന ചില ഒരു ഒത്തുതീർപ്പ് ചർച്ചകളോ ചില സമവായങ്ങളോ ഒക്കെ എവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമായിരിക്കണം പി സരിൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പി സരിന് ഇറങ്ങി അധികം വൈകുന്നതിന് മുൻപ് തന്നെ പി സരിനെ പാലക്കാടിൻ്റെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത്. അപ്പോൾ കോൺഗ്രസിനെ മുഴുവനായി വഞ്ചിച്ചുകൊണ്ട് കോൺഗ്രസിൽ അതുവരെ ചിറ്റൂരിലുള്ള ഒരു വലിയ പ്രദേശത്ത് കിടന്ന ഒരു വിഭാഗം ആൾക്കാരെ കൊണ്ട് തനിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച കോൺഗ്രസ് പ്രവർത്തകരെ വെറും ഏഴാങ്കൂലികളാക്കി നോക്കി നിർത്തിക്കൊണ്ട് പി സരിൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ CPM-ന്റെ പാളയത്തിലേക്ക് അഭയം തേടുന്നു. എന്നിട്ട് അവിടെ നിന്ന് താൻ സ്വതന്ത്രനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഇതൊരു വല്ലാത്ത കോൺഫിഡൻസ് ആണ്.
കോൺഗ്രസിന്റെ വോട്ടുകൾ മുഴുവൻ തന്നിലേക്ക് വന്നു ചേരുമെന്ന് പറയുന്ന ഒരുതരം വിരുദ്ധമായ ഒരു കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസിനെയാണ് സി കൃഷ്ണചന്ദ്രൻ വളരെ ഭംഗിയായി പൊളിച്ചടുക്കിയിരിക്കുന്നത്. പിന്നീട് മറ്റൊരു കാര്യം കൂടി, പി ജയരാജൻ എഴുതിയതായാലും DC ബുക്സ് ഭാവനയിൽ കണ്ടതായാലും ഘോസ്റ്റ് റൈറ്റർ പടച്ചുവിട്ടതായാലും ഭയങ്കര രസമുണ്ട് ആ എഴുത്തിൻ്റെ ഒരു സാധനം. ഇനിയിപ്പോൾ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ പി ജയരാജൻ എഴുതിയ കാര്യം എന്താ, പി ജയരാജൻ എഴുതിയത് അദ്ദേഹത്തിന് ഒട്ടും CPമാർക്ക് മുഴുവൻ നീരസമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പി സരിനെ സ്ഥാനാർത്ഥിയാക്കുകയിലെന്ന് തുടങ്ങുന്ന ചില പി സരിനെതിരായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പി ജയരാജൻ എഴുതിയതായാലും DC ബുക്സ് ഭാവനയിൽ കണ്ടതായാലും ഘോസ്റ്റ് റൈറ്റർ പടച്ചുവിട്ടതായാലും അവസരവാദ കാപട്യത്തിന്റെ മകുടോദാഹരണമാണ് സരിൻ എന്നത് മനസ്സിൽ നന്മ പേറുന്ന പാലക്കാട്ടുകാർ തിരിച്ചറിയുക തന്നെ ചെയ്യും. അവസരവാദ രാഷ്ട്രീയം അത് സത്യസന്ധമായി കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒരു പാർട്ടിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കോ നമുക്ക് അധികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കരുത്. നിസ്വാർത്ഥമായ പ്രവർത്തനമായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖമുദ്രയായി നമ്മൾ കാണേണ്ടത്. എന്നാൽ സരിൻ ചിന്തിച്ചത് എന്താ? സരിൻ തനിക്ക് വളരെ അഭിലഷണീയമായ വളരെ മനോഹരമായ ഏറ്റവും കൂടുതൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോലി കളഞ്ഞിട്ട് അതിൽ കഴിഞ്ഞിട്ട് അദ്ദേഹം എന്തിനു വേണ്ടി പാർട്ടി പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി? അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മളത് അതിനെക്കുറിച്ച് ആലോചിക്കണം. ഒരു നല്ലൊരു ജോലി കളഞ്ഞിട്ട്, മികച്ച ഒരു ശമ്പളം കിട്ടുന്ന ജോലി കളഞ്ഞിട്ട്, ഒന്നല്ല 2 ജോലി, ഡോക്ടറായിരുന്നു, അതിനുശേഷം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ഇതിനെയെല്ലാം അധികാരം എന്ന് പറയുന്ന മറ്റൊരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ MLA ആവണം, ജനപ്രതിനിധി ആവണം, ജനങ്ങൾക്കിടയിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു. പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങി തനിക്ക് എത്താൻ പറ്റുന്ന ഒരു ഹൈറ്റ്സിലേക്ക് പാർട്ടി തന്നെ എത്തിക്കുന്നില്ല എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കളം മാറി ചവിട്ടി. നമ്മളത് ആലോചിച്ച് നോക്കിയാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലാണെങ്കിലും CPMനുള്ളിലാണെങ്കിലും എത്രയോ അധികം ആളുകൾ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവരുണ്ട്, എത്രയോ വലിയ വലിയ പ്രവർത്തകരുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പി ജയരാജൻ്റെ കാര്യത്തിന് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CPMൽ പി ജയരാജൻ എത്ര കാലമായി അദ്ദേഹം ഇവിടെയുണ്ട്, എന്തെല്ലാം വിവാദങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് പാർട്ടി ഇതുവരെ അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ വേണ്ട അവസരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് പറയുന്നതാവും ശരി. ഒരു പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് പോലും പി ജയരാജനെ പരിഗണിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ പി സരിൻ തീർച്ചയായും ഒരു സ്ഥാനമോഹിയാണ്. ആ സ്ഥാനം തനിക്ക് ലഭിക്കാത്തത് കൊണ്ട് പാർട്ടിക്കാരുടെ മുഴുവൻ ശത്രുതയും പേറിയിട്ടാണ് കോൺഗ്രസ് പാർട്ടി വിട്ട് നേരെ CPMന്റെ പാളയത്തിലേക്ക് അഭയം തേടിയത്. എന്തു തന്നെയായിരുന്നാലും ഇത്ര വളരെ മനോഹരമായി 2 അഡ്രസ്സുകൾ കുമ്പിടിയായി മാറിയ പി സരിനെ കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് സി കൃഷ്ണചന്ദ്രൻ കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ വളരെ കുറച്ച് വാക്കുകളിലൂടെ എഴുതി വച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.